ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരത്തിൽ നിന്നും ഭൂമിയുടെ മഹാത്ഭുതങ്ങളിലൊന്നായ ഗ്രാൻഡ് കനിയൻ കാണുന്നതിനായുള്ള യാത്ര. അമേരിക്കയിലെ അരിസോണ സംസ്ഥാനത്തെ മരുഭൂപ്രദേശങ്ങളിലൂടെയാണ് ഈ യാത്ര. ജോഷുവ ചെടികൾ വളർന്നു നിൽക്കുന്ന മരുഭൂപ്രദേശം. അമേരിക്കൻ ഭൂമികയുടെ വിജനതയും മരുഭൂമി ഗ്രാമങ്ങളിലെ ദരിദ്ര കാഴ്ചകളുമെല്ലാം ഈ യാത്രയിൽ കണ്ടുകഴിഞ്ഞു. യൂക്ക ബ്രേവിഫോളിയ എന്ന ശാസ്ത്രനാമമുള്ള ജോഷുവ ചെടികൾ മൊഹാവി മരുഭൂമി പ്രദേശത്താണ് ഏറ്റവും അധികം വളരുന്നത്. ഇവിടെ മരുഭൂമിയിലെ കൽപ്പവൃക്ഷമാണിത്. റെഡ് ഇന്ത്യൻ ഗോത്രവർഗക്കാർ ഈ ചെടിയുടെ കായും പൂമുട്ടുകളും ഭക്ഷണമായി ഉപയോഗിക്കുന്നു. അതിൻ്റെ ഇലകളും തടിയിൽ നിന്നെടുക്കുന്ന നാരും ഉപയോഗിച്ച് ഗോത്രവർഗക്കാർ ബാസ്ക്കറ്റ് മുതൽ പാദരക്ഷകൾ വരെ നിർമ്മിക്കാറുമുണ്ട്. വളരെ വ്യത്യസ്തവും മരുഭൂമിയുടെ അത്ഭുതങ്ങൾ നിറഞ്ഞതുമായ ഒരു പ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പച്ചപ്പ് മാത്രമല്ല പ്രകൃതിയുടെ മനോഹാരിതയെന്ന് ഈ യാത്ര എനിക്ക് മനസ്സിലാക്കിത്തരുന്നു. ഈ റോഡും പരിസരത്തെ മരുക്കുന്നുകളും താഴ്വരകളുമെല്ലാം ചേരുമ്പോൾ അത് മനോഹരമായ ഒരു കാഴ്ച തന്നെയാവുന്നുണ്ട്. ഗംഭീരമായ പാതയാണ് മരുഭൂമിയിലൂടെയുള്ളതെന്നതാണ് ഒരു കാര്യം. ഹുവാല പൈ എന്ന ഗോത്രവർഗക്കാരുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഗ്രാൻഡ് കനിയൻ റാഞ്ച് എന്നൊരു സ്ഥാപനമുണ്ട്. ഒരു റിക്രിയേഷൻ സെന്ററും ഹെൽത്ത് റിസോർട്ടും എല്ലാമായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. ഇവിടെയുമുണ്ട് ഒറ്റപ്പെട്ട ചില ഗ്രാമങ്ങൾ, തകരം മേഞ്ഞ ചെറുകെട്ടിടങ്ങൾ. കാരവനുകളിൽ ആളുകളെത്തുന്ന ഒരു ക്യാമ്പിംഗ് സൈറ്റ് കൂടിയാണ് ഈ പ്രദേശം. അയൺ സ്പ്രിംഗ് വാഷ് എന്ന പ്രദേശമാണിത്. ഗ്രാൻഡ് കനിയൻ ഫ്രോണ്ടിയർ എന്നൊരു സ്ഥാപനമുണ്ട് ഇവിടെ. ഗ്രാൻഡ് കനിയന് മുകളിലൂടെ സഞ്ചാരികൾക്കായി ഹെലികോപ്റ്റർ സർവീസ് സംഘടിപ്പിക്കുകയാണ് അവരുടെ പരിപാടി. മരുഭൂമിയിലെ മലകൾക്കിടയിലൂടെ ഈ പാതയിലൂടെയുള്ള യാത്ര ഒരു അനുഭവം തന്നെയാണ്. വാഹനങ്ങൾ അധികമില്ലാത്ത ഹൈവേ. ഇരുഭാഗത്തും ജോഷുവ ചെടികൾ വളർന്നു നിൽക്കുന്നു. ചില ഭാഗത്ത് പാത മലകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്നു. ഒട്ടും സൗമ്യമല്ലാത്ത പർവ്വതങ്ങളാണ് ചിലപ്പോൾ കാഴ്ചയിലേക്കെത്തുക. വിവിധ ഗോത്രക്കാരായ റെഡ് ഇന്ത്യന്മാർ ധാരാളമുണ്ടായിരുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം. യൂറോപ്യൻ കുടിയേറ്റം ഇവിടുത്തെ ഗോത്രവർഗങ്ങളെ ഭീകരമായി തുടച്ചു നീക്കുകയാണുണ്ടായത്. ചരിത്രത്തോടുള്ള പ്രായശ്ചിത്തം എന്ന പോലെ ഇപ്പോൾ ഗോത്രവർഗക്കാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകി അവരെ മികച്ച രീതിയിൽ പരിഗണിച്ചു വരികയാണ് അമേരിക്കൻ ഭരണകൂടം. അത്തരത്തിൽ ഹുവാല പൈ ഗോത്രവർഗത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി ഗ്രാൻഡ് കനിയന്റെ വെസ്റ്റ് റിമിലെ ടൂറിസം ആക്ടിവിറ്റികളുടെ നിയന്ത്രണം അവർക്ക് വിട്ടു നൽകിയിരിക്കുകയാണ്. ഇടയ്ക്ക് മഴ ചാറിത്തുടങ്ങി. സഞ്ചാരം ഷൂട്ടിങ്ങിനിടെ എനിക്ക് ഏറ്റവും ഭയം മഴയാണ്. വാഹനച്ചില്ലിൽ വെള്ളം ഒഴുകാൻ തുടങ്ങിയാൽ പുറം കാഴ്ചകൾ ചിത്രീകരിക്കുക പ്രയാസമാവും. ഞങ്ങളിപ്പോൾ ഗ്രാൻഡ് കനിയൻ വെസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു. വെസ്റ്റിലെ എയർപോർട്ടാണ് ഇക്കാണുന്നത്. ഇവിടം കേന്ദ്രീകരിച്ച് ധാരാളം ഹെലികോപ്റ്റർ റൈഡുകളുണ്ട്. എയർപോർട്ടിന്റെ വേലിക്കെട്ടിന് പുറത്ത് ധാരാളം വാഹനങ്ങൾ നിരന്നു കിടക്കുന്നു. ഹോട്ടൽ മുറിയിൽ എന്ന വിധം താമസിക്കാവുന്ന കാരവനുകളും മറ്റ് ടൂറിംഗ് വെഹിക്കിളുകളുമാണ് കൂടുതലും. ഗ്രാൻഡ് കനിയന്റെ പടിഞ്ഞാറേ ഭാഗം എത്ര വിപുലമായൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണെന്ന് ഈ കാഴ്ച തന്നെ വ്യക്തമാക്കുന്നു. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഓരോ ദിവസവും ഇവിടെ എത്തുന്നത്. ലാസ് വേഗാസിൽ വരുന്ന സഞ്ചാരികൾ തന്നെയാണ് കൂടുതലായും ഇവിടേക്ക് വരുന്നത്. രാത്രിയിലാണല്ലോ ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം സജീവമാകുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ പകൽ നേരങ്ങളിൽ ലാസ് വേഗാസിനു ചുറ്റുമുള്ള ഇത്തരം പ്രദേശങ്ങളിലേക്ക് പോകുന്നു. ഈ പ്രദേശത്തെ ടൂറിസം ആക്ടിവിറ്റികളുടെ ചുമതലക്കാർ ഹുവാല പൈ റെഡ് ഇന്ത്യൻ ഗോത്രവർഗക്കാരാണ്. വിവിധങ്ങളായ ടൂറിസം ആക്ടിവിറ്റികളിൽ നിന്നുള്ള വരുമാനവും അവർക്കാണ് ലഭിക്കുന്നത്. നേരെ മുന്നിൽ കാണുന്നതാണ് ഗ്രാൻഡ് കനിയൻ വെസ്റ്റ് റിമിന്റെ വെൽക്കം സെന്റർ. ആ വലിയ കൂടാരത്തിന് മുന്നിൽ ഞങ്ങൾ കാറിൽ നിന്നിറങ്ങി. വലിയൊരു കൂടാരം. ഗ്രാൻഡ് കനിയൻ വെസ്റ്റിലെ ഒട്ടുമിക്ക ടൂറിസം പരിപാടികളും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ഇവിടെ നിന്നുമാണ്.
ഇവിടെ നിന്നും ഓരോവിധ ടൂറിനുള്ള ടിക്കറ്റ് എടുത്ത് ഗ്രാൻഡ് കനിയന്റെ പടിഞ്ഞാറേ ഭാഗത്തെ പല പ്രദേശങ്ങളിലേക്ക് വാഹനങ്ങളിൽ പോകാം. ഹുവാലാപ്പായ് ഗോത്രക്കാർ തന്നെ നടത്തുന്ന ബസ് സർവീസിലൂടെ ഇവിടെ നിന്നും പ്രധാനപ്പെട്ട 3 കാഴ്ചകളിലേക്കും പോകാം. ഹുവാലാപ്പായ് റാഞ്ച്, ഈഗിൾ പോയിന്റ്, ഗ്വാനോ പോയിന്റ് എന്നിവയാണ് ആ സ്ഥലങ്ങൾ. ഒറ്റ ടിക്കറ്റ് കൊണ്ട് ഈ 3 സ്ഥലത്തേക്കും പോകാം. $50 ടിക്കറ്റ് നിരക്ക്. റെഡ് ഇന്ത്യൻ ഗോത്ര സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ധാരാളം സുവനീറുകളുണ്ട് ഇവിടെ. ഗോത്രഗ്രാമങ്ങളിൽ കുടിൽ വ്യവസായമായി നിർമ്മിക്കുന്നവയാണ് ഇതെല്ലാം. പരുന്തിന്റെ തൂവൽ കൊണ്ടുള്ളതാണ് മിക്ക വസ്തുക്കളും. ലാലു സുവനീറുകൾ വാങ്ങുന്നതിൽ അതീവ തൽപരനാണ്. ഷോപ്പിംഗ് ആണ് യാത്രയിൽ ലാലുവിന്റെ പ്രധാന പരിപാടിയെന്ന് പറയാം. ഹുവാലാപ്പായ് വിഭാഗക്കാർ പരമ്പരാഗതമായി കിരീടത്തിലും ആഭരണങ്ങളിലും വസ്ത്രങ്ങളിലും പാദുകങ്ങളിലും തുടങ്ങി അമ്പുകളിലും മറ്റായുധങ്ങളിലും വരെ പക്ഷിത്തൂവൽ ഉപയോഗിക്കുന്നവരാണ്. ആർക്കും വാങ്ങാൻ തോന്നിപ്പോകുന്ന വസ്തുക്കൾ. ഇതാണ് നേരത്തെ പറഞ്ഞ 3 സ്ഥലത്തേക്കുള്ള ബസ് ടൂറിന്റെ ടിക്കറ്റ് കൗണ്ടർ. ഹുവാലാപ്പായ് ഗോത്രത്തിൽപ്പെട്ട സ്ത്രീകൾ തന്നെയാണ് കൗണ്ടറിലുള്ളത്. ഇതാണ് ആ ഗോത്രക്കാരുടെ സാധാരണമായ രൂപം. ലാലു ഞങ്ങൾ 3 പേർക്കുമുള്ള ടിക്കറ്റ് എടുത്തു. ഇപ്പോൾ തന്നെ നേരം ഉച്ചയായിരിക്കുന്നു. അതിനാൽ ഗ്രാൻഡ് കനിയന് മുകളിലൂടെയുള്ള ഹെലികോപ്റ്റർ റൈഡ്, ഭൂമിയുടെ വിള്ളലിലൂടെ ഒഴുകുന്ന കൊളറാഡോ നദിയിലേക്ക് ഇറക്കം എന്നിവ ഇന്നിനി നടക്കില്ല. ടിക്കറ്റുമായി ബസ് പുറപ്പെടുന്നിടത്തേക്ക് നടക്കുകയാണ് ഞങ്ങൾ. മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു പ്രദേശം. ഇതിന്റെ അഡ്മിനിസ്ട്രേഷനും ഫിനാൻസ് മാനേജ്മെന്റുമെല്ലാം റെഡ് ഇന്ത്യൻ ഗോത്രവർഗക്കാർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഹുവാലാപ്പായ് ഗോത്രക്കാർ രൂപീകരിച്ച ഗ്രാൻഡ് കനിയൻ റിസോർട്ട് കോർപ്പറേഷനാണ് ഇവിടുത്തെ ടൂറിസത്തിന്റെ ചുമതല. 1988 ആ കോർപ്പറേഷൻ രൂപീകൃതമായത്. ദശലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾക്കാണ് ഗ്രാൻഡ് കനിയൻ റിസോർട്ട് കോർപ്പറേഷൻ സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. അതിലൂടെ കോടിക്കണക്കിന് ഡോളറിന്റെ വരുമാനം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇതൊരു നല്ല ആശയമാണെന്ന് എനിക്ക് തോന്നി. തേക്കടി പ്രദേശത്തെ ടൂറിസം ആക്ടിവിറ്റികളുടെ എല്ലാം ചുമതല ആ പ്രദേശത്തെ ഗോത്രവർഗക്കാർക്ക് നൽകുകയാണെന്ന് കരുതുക. അതിൽ നിന്നുള്ള വരുമാനം പൂർണ്ണമായും അവർക്ക് ഉപയോഗപ്പെടുത്താം. ഗോത്രവർഗക്കാർക്ക് എന്നും തൊഴിലും നല്ല വരുമാനവും ലഭിക്കുന്ന പരിപാടി തന്നെയായിരിക്കും അത്. നമ്മുടെ പട്ടികവർഗ വകുപ്പിനും ടൂറിസം ഡിപ്പാർട്ട്മെന്റിനുമെല്ലാം ആ വഴിക്ക് ചിന്തിക്കാവുന്നത് തന്നെയാണ്. വനത്തെക്കുറിച്ചും മറ്റുമുള്ള ആദിവാസികളുടെ അറിവ് സ്ഥലം സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് തീർച്ചയായും മുതൽക്കൂട്ടായിരിക്കും. ബസ്സിൽ ഞങ്ങൾ ഗ്രാൻഡ് കനിയന് സമീപത്തേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഗ്രാൻഡ് കനിയന്റെ ഫാർ വെസ്റ്റേൺ എൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. യാത്രക്കിടയിൽ ഇങ്ങനെ ഹെലികോപ്റ്ററുകൾ വന്നിറങ്ങുകയും പറന്നു പൊങ്ങുകയും ചെയ്യുന്ന ഒരു പ്രദേശം കാണാം. ഇവിടെ ഹെലികോപ്റ്റർ യാത്ര നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. പക്ഷേ ഗ്രാൻഡ് കനിയന്റെ കാഴ്ചകൾ വിശദമായി ഷൂട്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് ഗ്രാൻഡ് കനിയന്റെ വക്കിലൂടെ നടക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. ഹുവാലാപ്പായ് ഗോത്ര സമൂഹങ്ങൾ വേട്ടയാടി ജീവിച്ചിരുന്ന പ്രദേശങ്ങളിലൂടെയാണ് ബസ് കടന്നുപോകുന്നത്. അമേരിക്കയിലെ ഏറ്റവും പുരാതനമായ ഗോത്ര സമൂഹങ്ങളിലൊന്നാണ് ഹുവാലാപ്പായ്. ഇപ്പോൾ ആ ഗോത്രവിഭാഗത്തിന് സ്വന്തമായി ഭരണ സംവിധാനവും കോടതിയും വരെയുണ്ട്. ടൂറിസത്തിൽ നിന്നുമാണ് ഹുവാലാപ്പായ് ഗോത്രം ഇപ്പോൾ ഏറ്റവും വരുമാനം നേടുന്നത്. ഗ്രാൻഡ് കനിയൻ അവരുടെ വരുമാനത്തിന്റെ അക്ഷയ ഖനി തന്നെയാണെന്ന് പറയാം. യാത്രയിലെ ആദ്യ പോയിന്റിൽ ബസ് എത്തി. ഹുവാലാപ്പായ് റാഞ്ച് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ ഈ പ്രദേശത്തുണ്ടായിരുന്നതുപോലുള്ള ഒരു കൗബോയ് ഗ്രാമം പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് ഇവിടെ. അന്നുണ്ടായിരുന്ന പൊതുസ്ഥാപനങ്ങളുടെ എല്ലാം മാതൃക ഇവിടെ കാണാം. ജയിൽ, ടെലിഗ്രാഫ് ഓഫീസ്, ഗ്രോസറി ഷോപ്പുകൾ എന്നിങ്ങനെ പലതും. 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ ഇത്തരം കൗബോയ് വില്ലേജുകൾക്ക് അവരുടേതായ ശൈലിയും നീതിന്യായ സംവിധാനങ്ങളും വരെ ഉണ്ടായിരുന്നു. കൗബോയ് വേഷത്തോടെ ഒരാൾ ഇവിടെയുണ്ട്. കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. കൗബോയ് സംസ്കാരം പുലരുന്ന പ്രദേശങ്ങളാണ് അമേരിക്കയുടെ ഈ ഭാഗങ്ങളിലെല്ലാം ഉള്ളത്. വൈൽഡ് വെസ്റ്റ് എന്നറിയപ്പെടുന്ന പ്രദേശത്തിന്റെ പ്രത്യേകത തന്നെ അതാണ്.
അല്പം വന്യവും പരുക്കനും ഒട്ടൊരു ക്രൂരത നിറഞ്ഞതും അലസവുമായ ജീവിതശൈലിയാണ് കൗബോയ് സമൂഹത്തിൻ്റേത്. ഇത്തരം പരുക്കൻ കെട്ടിടങ്ങളാണ് കൗബോയ് സെറ്റിൽമെന്റുകളിൽ ഉണ്ടായിരുന്നത്. ആധുനികതയുടെ വർണ്ണങ്ങളും തിളക്കവുമൊന്നും കൗബോയ് ഹൗസുകളിൽ കാണാനാവില്ല. പണ്ടത്തെ കൗബോയ് ഗ്രാമത്തിലെ ഒരു ജയിലിന്റെ പുനരാവിഷ്കാരമാണ് ഇത്. വിലങ്ങണിഞ്ഞ ജയിൽ പുള്ളി അകത്തിരുന്ന് ക്യാരംസ് കളിയിൽ ഏർപ്പെടുന്നു. വെസ്റ്റേൺ ടൗൺ എക്സ്പീരിയൻസ് എന്നാണ് ഈ കാഴ്ചയ്ക്ക് ഇവർ നൽകിയിരിക്കുന്ന പേര്. 1970-കൾ വരെയും വളരെ സജീവമായിരുന്ന ഇത്തരം ടൗണുകൾ അമേരിക്കയുടെ പടിഞ്ഞാറൻ മരുഭൂപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. റാഞ്ചിലെ മേധാവിത്വത്തിനും സുന്ദരിമാർക്കും വേണ്ടി കായികബലവും തോക്കും കൊണ്ട് മല്ലന്മാരായ കൗബോയികൾ ഏറ്റുമുട്ടിയിരുന്ന കാലം. ഇപ്പോൾ ഗ്രാൻഡ് കനിയൻ റിമിലൂടെയുള്ള കുതിരസവാരി, വാഗൺ റൈഡുകൾ എന്നിവയ്ക്കെല്ലാം ഹുവാലാപൈ റാഞ്ച് അവസരമൊരുക്കുന്നു. റാഞ്ചിലെ ഡാൻസ് ഹാളാണ് ഇത്. ഞങ്ങളെപ്പോലെ ചെറിയൊരു സന്ദർശനം നടത്തി മടങ്ങാനല്ലാതെ ഒരു ദിവസം മുഴുവൻ താമസിക്കാനും ധാരാളം ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. അവർക്കായി വ്യത്യസ്തതയാർന്ന ഉല്ലാസ പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നു. മരപ്പലക അടിച്ചുണ്ടാക്കിയ ഇത്തരം കുറെ കോട്ടേജുകളുണ്ട് ഇവിടെ. ഇതെല്ലാം ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ളതാണ്. കൗബോയ് ജീവിതം ആസ്വദിക്കുന്നതിനൊപ്പം മരുഭൂമിയുടെ രാത്രിയെ അനുഭവിക്കുകയും ചെയ്യാം. കൗബോയ് വേഷം ധരിച്ച് 2 പേർ ഇവിടെ നിൽപ്പുണ്ട്. അവരുടെ കൈത്തോക്കുകൊണ്ട് സന്ദർശകർക്ക് ഉന്നം പരീക്ഷിക്കാം. ലാലു നിറയൊഴിക്കുന്നില്ലെങ്കിലും കൈത്തോക്കു പിടിച്ച് ഒരു ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചു. കളിത്തോക്കല്ല, ഒറിജിനൽ പിസ്റ്റൾ തന്നെയാണ്. ഇവിടെ പഴയ രീതിയിലുള്ള ഒരു വാഗൺ കിടപ്പുണ്ട്. കുതിര വലിക്കുന്ന ഇത്തരം വാഗണുകളിലാണ് ഈ മരുഭൂമിയിലൂടെ 19-ാം നൂറ്റാണ്ടിൽ ആളുകൾ യാത്ര ചെയ്തിരുന്നത്. ഇത് പുതിയ കാലത്ത് കുറച്ചാളുകൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാവുന്ന വാഗണാണ്. സംഘമായി എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് പ്രത്യേക ടിക്കറ്റ് എടുത്ത് ഈ കുതിരവണ്ടിയിൽ മരുഭൂമിയിലൂടെയും ഗ്രാൻഡ് കനിയന്റെ സമീപത്തുകൂടിയുമെല്ലാം പോകാം. മറ്റൊന്ന് കുതിരസവാരിയാണ്. ഇവിടെ ഒരാൾ കുതിരപ്പുറത്തിരുന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ പരിചയസമ്പന്നനായ ഒരു കൗബോയ്ക്കൊപ്പം കുതിരസവാരി നടത്താനുള്ള അവസരം ഇവിടെയുണ്ട്. ഹുവാലാപൈ റാഞ്ചിൽ ഒരു കറക്കം കറങ്ങി ഞങ്ങൾ പുറത്തിറങ്ങി. പ്രധാനമായും കാണേണ്ടത് ഗ്രാൻഡ് കനിയൻ എന്ന അഗാധ ഗർത്തമാണല്ലോ. 10 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ബസ്സുകളെത്തും. അതിൽ കയറി അടുത്ത കാഴ്ചയിലേക്ക് പോകാം. ഹുവാലാപൈ റാഞ്ചിൽ നിന്നും ഞങ്ങൾ ബസ്സിൽ കയറി. കുറെ സഞ്ചാരികളുണ്ട് ബസ്സിൽ. ഇടയ്ക്കിടെ മഴ ചാറുന്നു. മഴയില്ലെങ്കിൽ അതിഭയങ്കരമായ വെയിലും ചൂടുമായിരുന്നേനെ ഈ ഉച്ചനേരത്ത് ഇവിടെ. അടുത്തതായി ഈഗിൾ പോയിന്റ് എന്നൊരു സ്ഥലത്തേക്കാണ് യാത്ര. ഇപ്പോൾ ഭൂമിയുടെ ആ വിള്ളലിന്റെ, പ്രകൃതിയുടെ അത്ഭുതത്തിന്റെ കാഴ്ച കൺമുന്നിലേക്ക് എത്തിത്തുടങ്ങുകയായി. സഞ്ചാരികളെല്ലാം ആ കാഴ്ചയുടെ ആവേശത്തിലാണ്. ഒരു നദിയും ഭൂകമ്പങ്ങളും ചേർന്ന് ഭൂമിയുടെ മാറിലുണ്ടാക്കിയ വൻ പിളർപ്പാണ് ഗ്രാൻഡ് കനിയൻ. 1.5 കിലോമീറ്ററിലേറെ ആഴമുണ്ട് ആ പിളർപ്പിന്. വിള്ളലിന്റെ ആകെ നീളമാകട്ടെ 446 കിലോമീറ്ററും. ഇത്ര വിശാലമായൊരു ഭൗമ അത്ഭുതം ലോകത്ത് മറ്റൊന്നില്ല. ഗ്രാൻഡ് കനിയന്റെ വക്കിലും പിളർപ്പിലുമെല്ലാം ഒരു കാലത്ത് റെഡ് ഇന്ത്യൻ ഗോത്രങ്ങൾ വസിച്ചിരുന്നു. ഈഗിൾ പോയിന്റ് എന്ന ഭാഗത്ത് ബസ് നിന്നു. ഈഗിൾ പോയിന്റ് ഗ്രാൻഡ് കനിയൻ വെസ്റ്റിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ഇവിടെയാണ് സ്കൈവാക്ക് എന്ന ആകാശപാലമുള്ളത്. ഗ്രാൻഡ് കനിയന്റെ 1.5 കിലോമീറ്റർ ആഴമുള്ള ഗർത്തത്തിനു മുകളിൽ ഒരു ചില്ലുപാലത്തിലൂടെ നടക്കുന്നതിനുള്ള അവസരമാണ് സ്കൈവാക്ക് സന്ദർശകർക്കൊരുക്കുന്നത്. ദിവസവും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു പ്രദേശം. വിണ്ടുകീറി ഏതു നിമിഷവും അഗാധതയിലേക്ക് പോയേക്കാമെന്ന് തോന്നുന്ന പാറക്കെട്ടുകൾ. അതിനു മുകളിലൂടെയെല്ലാം ആളുകൾ നടക്കുന്നു. തികച്ചും സ്വാഭാവികമായി ഗ്രാൻഡ് കനിയനെ നിലനിർത്തിയിരിക്കുന്നു എന്നതാണ് പ്രത്യേകത. വക്കിൽ ഒരു വേലിക്കെട്ട് പോലും സ്ഥാപിച്ചിട്ടില്ല.
അടുത്ത ഒരു ഭൂകമ്പത്തിൽ അടർന്ന് പിളർപ്പിലേക്ക് പതിച്ചേക്കും ഈ കല്ലുകളെല്ലാം എന്ന് തോന്നിപ്പോകുന്നു. ഇവിടെ നിൽക്കുമ്പോൾ അഗാധതയിൽ ഒരു ചെറിയ അരുവി കാണാം. അതിനപ്പുറം മറ്റൊരു വിള്ളലിലൂടെ കലങ്ങി ഒഴുകുന്നത് പോലെ ഒരു നദിയും. ഇതാണ് ഗ്രാൻഡ് കനിയന്റെ അടിത്തട്ടിലൂടെ ഒഴുകുന്ന കൊളറാഡോ നദിയുടെ കാഴ്ച. കലക്കവെള്ളമല്ല അതിൽ, നല്ല തെളിഞ്ഞു ജലം തന്നെയാണ്. അടിയിലെ മണ്ണിന്റെ നിറം കൊണ്ടാണ് നദി കലങ്ങി ഒഴുകുകയാണെന്ന് ഈ ദൂരക്കാഴ്ചയിൽ തോന്നുന്നത്. ചില ധീരന്മാർ പിളർപ്പിന്റെ വക്കിൽ ചെന്ന് താഴേക്ക് എത്തിനോക്കുന്നു. അതിഗംഭീരമാണ് ഗ്രാൻഡ് കനിയന്റെ കാഴ്ച. 1.5 കിലോമീറ്ററിലേറെ ആഴത്തിലേക്ക് മണ്ണിടിഞ്ഞു പോയിരിക്കുന്നു. ഏതാണ്ട് 2 കോടി വർഷങ്ങളുടെ ഭൗമപ്രക്രിയകളുടെ ഫലമായാണ് ഗ്രാൻഡ് കനിയൻ രൂപം കൊണ്ടതെന്നാണ് ഗവേഷകർ വിലയിരുത്തുന്നത്. മുന്നിൽ അക്കാണുന്നതാണ് സ്കൈവാക്ക്. കുതിർലാടത്തിന്റെ ആകൃതിയിലുള്ള ഒരു ട്രാൻസ്പെറന്റ് ബ്രിഡ്ജാണ് അത്. അതിനു മുകളിലൂടെ ചെറിയൊരു വിറയലോടെയല്ലാതെ ആർക്കും നടക്കാനാവില്ല. 1450 മീറ്ററാണ് പാലത്തിൽ നിന്നും ഗ്രാൻഡ് കനിയനിലെ കൊളറാഡോ നദിയുടെ മേൽത്തട്ട് വരെയുള്ള ആഴം. ക്യാമറയുമായി സ്കൈവാക്കിൽ കയറാൻ അനുവദിക്കില്ല. ക്യാമറയില്ലാതെ പാലത്തിൽ കയറി എന്തു ചെയ്യാൻ എന്ന ചിന്തയിൽ അവിടേക്ക് പോകേണ്ടെന്നും ഇവിടെ നിന്ന് പരമാവധി കാഴ്ചകൾ പകർത്താമെന്നും ഞങ്ങൾ തീരുമാനിച്ചു. ഇവിടെ പക്ഷേ എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. വക്കിലേക്ക് പോകാൻ ലാലു സമ്മതിക്കുന്നില്ല. ഇവിടെ നിന്നും ലഭിക്കുന്നതിലും കൂടുതൽ വ്യക്തമായ ദൃശ്യം അടുത്തതായി പോകാനിരിക്കുന്ന ഗ്വാനോ പോയിന്റിൽ നിന്നും ലഭിക്കുമെന്ന് എനിക്കറിയാം. പ്രകൃതിയുടെ ഈ അത്ഭുതത്തെ എങ്ങനെ പൂർണ്ണതോതിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന ആവേശമാണ് എന്നിൽ. ഇത്തരം വിള്ളലുകൾ ഇടയ്ക്കെല്ലാമുണ്ട്. സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ അതിനിടയിലേക്ക് വീണുപോകാനും ഇടയുണ്ട്. പരമാവധി വക്കിലൂടെ ഞാൻ അങ്ങനെ നടക്കുകയാണ്. പല ടൂറിസ്റ്റുകളും ഇങ്ങനെ വക്കിൽ വന്നു നിൽക്കുന്നുണ്ട്. ഗ്രാൻഡ് കനിയന്റെ അഗാധതയുടെ കാഴ്ച പ്രേക്ഷകർക്ക് നൽകുന്നതിനായി തെല്ലൊരു സാഹസികതയോടെയാണ് എന്റെ നടത്തം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കൊളറാഡോ നദിയും അതിന്റെ കൈവഴികളും കുത്തിയൊഴുകി മലകൾ തേഞ്ഞാണ് ഗ്രാൻഡ് കനിയൻ രൂപം കൊണ്ടതെന്നാണ് വിശ്വാസം. ചെറിയൊരു കാലയളവ് കൊണ്ടുണ്ടായ രൂപപ്പെടലല്ല അത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ തുടർന്ന കുത്തൊഴുക്ക്. ഈ സമയത്തു തന്നെ കൊളറാഡോ പീഠഭൂമിക്കുണ്ടായ ഉയർച്ചയും ഗ്രാൻഡ് കനിയന്റെ രൂപപ്പെടലിന് നിദാനമായി. ഗ്രാൻഡ് കനിയന്റെ പഴക്കം സംബന്ധിച്ച് വ്യക്തമായ ഒരു നിഗമനത്തിലെത്താൻ ഇത് സംബന്ധിച്ച് നടത്തിയ പഠനങ്ങളിലൊന്നും സാധ്യമായിട്ടില്ല. ഈ പിളർപ്പിന് 17 ദശലക്ഷം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് ചില ഗവേഷകർ പറയുന്നത്. അന്നു മുതൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഭൗമപ്രക്രിയകളിലൂടെയാണ് ഇതിന് ഇന്ന് കാണുന്ന രൂപം കൈവന്നിരിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായി റെഡ് ഇന്ത്യൻ ഗോത്ര സമൂഹങ്ങൾ ഗ്രാൻഡ് കനിയന്റെ ഭിത്തികളിൽ നിന്ന് ഉള്ളിലേക്കുള്ള ഗുഹകളിൽ വസിച്ചിരുന്നു. ഗ്രേസിയ ലോപ്പസ് ഡെ കരാഡനസ് എന്ന പര്യവേക്ഷകനാണ് ഗ്രാൻഡ് കനിയൻ എന്ന അത്ഭുതത്തെ ആദ്യമായി ആധുനിക ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. സ്പെയിൻകാരനായ ആ സാഹസികൻ 1540-ലാണ് ഭൂമിയുടെ ഈ മഹാപിളർപ്പ് കണ്ടെത്തുന്നത്. അതിനും എത്രയോ മുൻപ് അമേരിക്കയിൽ ചെറുപട്ടണങ്ങൾ തന്നെ സ്ഥാപിച്ചിരുന്ന പ്യൂബ്ലോ ജനത ഗ്രാൻഡ് കനിയന് ദൈവികമായ ശക്തി കൽപ്പിച്ച് ആരാധിച്ചിരുന്നു. അവരുടെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയായിരുന്നു ഇവിടം. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്തു തന്നെ ഗ്രാൻഡ് കനിയൻ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി തുടങ്ങിയിരുന്നു. സാഹസികരായ സഞ്ചാരികളാണ് അന്നൊക്കെ കൂടുതലായി ഇവിടേക്കെത്തിയിരുന്നത്. അതിസാഹസികത ഗ്രാൻഡ് കനിയനിൽ നിരവധി മനുഷ്യജീവിതങ്ങൾ പൊലിയുന്നതിനും കാരണമായിട്ടുണ്ട്. 1870 മുതൽ 2015 വരെയുള്ള കാലത്ത് 600-ലേറെ ആളുകൾ ഗ്രാൻഡ് കനിയനിൽ വീണു മരിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. അശ്രദ്ധയും അതിസാഹസികതയുമെല്ലാമാണ് ആ മരണങ്ങൾക്ക് കാരണമായത്. പാറയുടെ ഏറ്റവും വക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ആധുനിക കാലത്തെ സഞ്ചാരികളുടെ ഏറ്റവും പ്രധാന വിനോദം. എന്റെ പ്രചോദനം ഉൾക്കൊണ്ട് ലാലുവും സാവധാനം വക്കിലേക്ക് നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അധികം അങ്ങോട്ട് പോകില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്തെല്ലാം അത്ഭുതങ്ങളാണ് പ്രകൃതിയിൽ! ഗ്രാൻഡ് കനിയന്റെ അഗാധവും വിസ്തൃതവുമായ ഗർത്തത്തിനകത്തു തന്നെ
ദ്വീപുകൾ പോലെ പർവ്വത സമാനമായ ചില ഭാഗങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. നദി മഹാപ്രവാഹത്തിന്റെ കാലത്ത് അതിനെ ചുറ്റി ഒഴുകിയിരുന്നിരിക്കാം. ഗ്വാനോ പോയിന്റ് ഇതിലും വിസ്മയകരമായ കാഴ്ചകളുള്ള സ്ഥലമാണ്. ആ കാഴ്ചകളിലേക്കെല്ലാമാണ് ഇനി ഞങ്ങൾ പോകുന്നത്.